സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് രക്ഷകനും നാഥനുമായി കടന്നു വരണമേ. ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകത്താൽ നിറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. നിന്റെ വിടുതലവൻ, നിന്റെ സൗഖ്യമവൻ, നിന്റെ മോചനദ്രവ്യം അവനാരാധന. വിടുതലവൻ, നിന്റെ സൗഖ്യമവൻ, നിന്റെ മോചനദ്രവ്യം അവനാരാധന. കൈകൾ വീശി ഒന്ന് ചേർന്ന് ഹോസാന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹോസാന. ഹല്ലേലൂയ. ഹോസാന. ഹല്ലേലൂയ. ഹോസാന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാമവൻ അവനാരാധന. കൈകൾ വീശി വന്നു ചേർന്ന് ഹോസാന. ഹല്ലേലൂയ. കൈകൾ വീശി ഹോസാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസാന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ആരാധന ആരംഭിക്കാം. അനവധിയായ അനുഗ്രഹങ്ങളാണ് നമ്മളെ കാത്തു കരുതി കർത്താവ് വെച്ചിരിക്കുന്നത്. ആ ഒരു ബോധത്തോടെ വേണം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആരാധന ആരംഭിക്കാൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രുതികടേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. ശ്രുതികടേ Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. Hallelujah. Hosanna, hallelujah. Hosanna, hallelujah. സന്തോഷത്തോടെ ഹോസാന, Hosanna, hallelujah. Hosanna, hallelujah. സന്തോഷത്തോടെ Hosanna, hallelujah. Hosanna, hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഹോസാന, ഹോസാന, ഈശോ, ഹോസാന, ഹല്ലേലൂയ. ഈശോ, ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ ഗവേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന ഏകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശുദ്ധിയും കൈവരിക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ശ്രുതികടേ, ശ്രുതികടേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന,
ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ ഹോസാന ഈശോയെ ആരാധന ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ ല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. യേശുവേ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. നിനക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ 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 ഹോസാന ഹോസാന ഹല്ലേലൂയ ഹോസാന ഹോസാന ഹല്ലേലൂയ ഹോസാന ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ ഭൂസ്വലോകങ്ങളുടെ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല വാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ നിന്റെ ഉടമ്പടി ആവശ്യങ്ങൾ കാഴ്ചവെക്കുക. ഉടമ്പടി ചെയ്യാത്തവരെ ജീവിത സങ്കടങ്ങൾ, പ്രാർത്ഥനകൾ, രോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഇപ്പോഴ് ഈശോയ്ക്ക് മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, കൊറോണ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയാണ്. ഒത്തിരി പേര് ക്വാറന്റൈനിലും രോഗാതുരമായ അവസ്ഥയിലുമാണ്. എത്രയും വേഗം നമ്മൾ ഈ ദുർഘട സന്ധിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വിശ്വാസികൾ, ദൈവത്തോട് അടുപ്പവും പിടിപാടും ഉള്ളവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദയവായി പരിശുദ്ധ അമ്മ വഴി ഈ സങ്കടം ഈശോ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, എല്ലാ കുടുംബങ്ങളെയും ഈ ആരാധനയിൽ ഇപ്പോഴ് ജീവശുദ്ധ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നവരെയും വിശ്വാസം, ശരണം, ദൈവസ്നേഹം, സമർപ്പണം, ദൈവിക പുണ്യങ്ങളാൽ അഭിഷേകം ചെയ്യാൻ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹോസാന ഹല്ലേലൂയ
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നു. മക്കൾക്കറിയാം, അറിവാണ് നമുക്ക് അനുഭവം നൽകുന്നത്. അനുഭവം നമ്മൾക്ക് ബോധ്യങ്ങൾ നൽകും. ബോധ്യമാണ് നമ്മൾക്ക് സാക്ഷ്യം നൽകുന്നത്. സാക്ഷ്യം, വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. സാക്ഷ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. സന്തോഷത്തിൻ്റെ നീണ്ട നീണ്ട രൂപങ്ങളെ നമ്മൾ സ്വർഗം എന്ന് പറയും. സ്വർഗം തുടങ്ങുന്നത് അറിവിലാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീയെ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്തുതികടേ സ്തുതികടേ. യോഹന്നാൻ 17:3. സ്തുതികടേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകസത്യദൈവമായ നിന്നെയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. സ്തുതികടേ ഹല്ലേലൂയ. ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ ഒരു ജ്ഞാനമാർഗമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഒരു ജ്ഞാനമാർഗമാണ്. ജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. എന്താ പരിശുദ്ധ അമ്മ നമുക്ക് നൽകണ ജ്ഞാനം എന്താണ്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, യേശു ക്രിസ്തു എല്ലാമാണ്. ഏറ്റവും പറഞ്ഞേ, യേശു ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ. കൊളോസ്യസ് 3:11. ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. സുവിശേഷം നൽകുന്ന ഏറ്റവും ബെസ്റ്റ് വിസ്ഡം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ജ്ഞാനമെന്ന് പറയുന്നത് ജീസസ് ഈസ് സോ. അത് പൗലോസിൻ്റെ അനുഭവങ്ങളാണ്. കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു എല്ലാമാണ്. എന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്. നിങ്ങളത് പറയുമ്പോൾ ഭയങ്കര ഭവ്യതയോടെ പറയണം. എന്താ കാര്യം എന്നറിയോ? നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും മാറുന്ന ഒരു വിഷയമാണത്. ക്രിസ്തു എല്ലാമാണ്. ഈ ക്രിസ്തു എല്ലാമാണ് എന്നുള്ള ഒരു ആധ്യാത്മികമായ അനുഭവം ഇപ്പോഴേ ഈശോ മുട്ടുകുത്തുമ്പോൾ എന്താണ് പറയണത്? 14:36 മർക്കോസിൻ്റെ സുവിശേഷം
ലാസ്റ്റ് ഈശോ മുട്ടുകുത്തത്തില്ലേ പിതാവിൻ്റെ മുമ്പിൽ? അപ്പോൾ 14:36 പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. ഈ എല്ലാം സാധ്യമായ പിതാവുമായിട്ട് ഈശോയ്ക്ക് സത്താപരമായിട്ടുള്ള ബന്ധമാണുള്ളത്. അതാണ് ഈശോ പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ? അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ അനന്ത സാധ്യത ആണ് പുത്രനിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അച്ഛനിലൂടെ കേൾക്കുന്ന വചനങ്ങളെ ഒരു വളരെ രസകരമായിരുന്നു കൊണ്ട് ഹൃദ്യമായി ദൈവസ്നേഹത്തോടെ ധ്യാനിക്കണം. അപ്പോഴും നിങ്ങളത് അനുഭവമായി. അമ്മ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും വളരെ ഹൃദ്യമായി. എന്തുകൊണ്ടാണ് അമ്മ ജ്ഞാനമാർഗമാകണത്? കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ ഹൃദ്യമായി, അത് കടുകട്ടിയായ വചനങ്ങളാണെങ്കിലും അമ്മ വളരെ ഹൃദ്യമായി വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, ആലോചിക്കും. അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഗുണവത, അമ്മ അപ്പായെ സ്നേഹിക്കുന്നുണ്ട്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ത്രിത്വൈക ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അമ്മ മനസ്സിലാക്കണത്, അമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നണത് സ്നേഹത്തിലൂടെയാണ്. അതാണ് അമ്മ വചനങ്ങളോടുള്ള ധ്യാനത്തിൻ്റെ ഒരു രീതി. ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ ദൈവവചനത്തെ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് വചനത്തെ ഹൃദിസ്ഥമാക്കാൻ സംഗ്രഹിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേരകമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:51 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. ലൂക്ക 2:51 ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ആണ് ഈശോ ചോദിക്കണത്. അപ്പോൾ അതിന് വചനം നൽകുന്ന ഭാഷ്യം, മറിയം ആ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പം അച്ഛനിലൂടെ ഈശോ പറയണത് എന്താ? അങ്ങനെ ഒരു കേവലമായ ടെക്നിക്കലായിട്ടുള്ള ഒരു സംഗ്രഹമല്ല അമ്മ നടത്തിയത്. അമ്മ ഒരു വചനത്തെ, മനസ്സിലാകുന്ന വചനത്തെയും മനസ്സിലാകാത്ത വചനത്തെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നാണ്.
നമ്മളും ആദ്യം വചനത്തോട് കൈകാരിക്കേണ്ട ഒരു ജ്ഞാനമാർഗം, മരിയൻ മാർഗമെന്ന് പറയണത്, എന്ത് വചനമായാലും അത് നടപ്പിൽ വരുത്തണമായാലും ശരി, നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളായാലും ശരി, വചനത്തെ സ്നേഹത്തോടെ മാത്രമേ, നമുക്കറിയാമല്ലോ ഒരു മുട്ട അതിൻ്റെ പുറത്ത് തള്ളക്കോഴി 21 ദിവസം ഇരിക്കുമ്പോഴാണ് അത് വിരിയണത് ചൂട് കൊണ്ട്. വചനമെല്ലാം ഒരു മുട്ട പോലെയാണ്. എല്ലാ മുട്ടയും ഒന്നും ഈ 21 ദിവസം കൊണ്ട് വിരിയത്തില്ല. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏതാണ്ട് 10-60 ദിവസം. ഇപ്പോൾ ആമ മുട്ട കടലിൽ നിന്ന് ആമ കയറി വരത്തില്ലേ, ഇല്ലേ? കോഴിക്കോടൊക്കെ ആമ കയറി വരും. ആമ കയറി വരുമ്പോൾ പ്രത്യേകിച്ച് കടലായി സ്ഥലങ്ങളിലെല്ലാം ഈ ആമ കയറി വരുമ്പോൾ ആമ മുട്ടയിട്ടിട്ട് രാത്രി തിരിച്ചു പോകും. ഒരു വലിയ കുഴിയെടുത്ത് 2 അടി ആഴമുള്ള കുഴിയെടുത്തിട്ട് ആമക്ക് ഒരേ മുട്ട അതിൻ്റെ അകത്തിടും. ഇങ്ങനെ ബൾബൊക്കെ നമ്മളിങ്ങനെ റബ്ബർ പോലെ നല്ല തുവെള്ള മുട്ട ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പിൻകാല് കൊണ്ട് അത് മണ്ണ് എല്ലാം കൂട്ടി മൂടിക്കളഞ്ഞിട്ട് ആമ സ്വന്തം നെഞ്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് കുളവിപ്പാലം, ആ പ്രദേശത്താണ് ആമ വരണത്. അപ്പോൾ അത് അടിച്ച് പൂത്തി ഇട്ട് ആമ പോകും. എത്ര വെയിൽ കൊള്ളണ സ്ഥലത്താണ് ഇത് ആമ മുട്ട ഇടണത്. പക്ഷേ വെയിൽ ഡയറക്റ്റ് കൊള്ളത്തില്ല. പക്ഷെ ആ മണ്ണിൻ്റെ പുറത്ത് വീഴുന്ന വെയിൽ അതിൻ്റെ ചൂടേറ്റിട്ട് 60 ദിവസം എടുക്കും ഇത് മുട്ട പിരിഞ്ഞു വരാൻ വേണ്ടി. നമ്മുടെ കോഴിക്കുഞ്ഞിന് 20 മുട്ട വിരിയാൻ വേണ്ടി 20-21 ദിവസം മതി. പക്ഷേ ലോകത്തുള്ള എല്ലാ മുട്ടയും അങ്ങനെയല്ല, ചിലതിന് 60 ദിവസം എടുക്കുന്നുണ്ട്. ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ സമയമെടുക്കും. വചനവും അങ്ങനെയാണ്, പലതരം മുട്ടകളാണ്. ചിലത് 20 ദിവസം കൊണ്ട് 21 ദിവസത്തെ ചൂടും സ്നേഹവും കൊടുക്കുമ്പോൾ അത് വിരിഞ്ഞു വരും. ചിലതിന് 60 ദിവസത്തെ ചൂട് കൊടുത്താലേ അത് വിരിഞ്ഞു വരത്തുള്ളൂ. എന്നുവെച്ചാൽ ചില വചനങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ ദൈവസ്നേഹം വേണമെന്നർത്ഥം. മനസ്സിലായോ? ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ, നടപ്പിലാക്കാൻ, അതിൻ്റെ ശക്തി എനർജി റിലീസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ദിവസത്തെ, അപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അത് നിറവേറുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്നാ പറഞ്ഞത്? ലൂക്കാ 1:45 എന്നാ പറഞ്ഞത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ എന്ന് പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇപ്പം വിശ്വസിക്കുമ്പോൾ ഓർക്കുക, ടെക്നിക്കൽ ഫെയ്ത്ത് അല്ലത്. അതായത് ഫെയ്ത്ത് ബേസ്ഡ് അപ്പോൺ ലവ് ഓഫ് ഗോഡ്. അതാണ്. വെറുതെ വിശ്വാസം ഉണ്ടായാൽ പോരാ. എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? ഈ മുട്ട വിരിയിക്കാൻ, വചനം വിരിയിക്കാൻ എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് ഗലാത്യർ നമ്മൾ വായിക്കണത് 5:4 സ്നേഹത്താൽ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഗലാത്യ ലേഖനം 5:6, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് വേണ്ടത്. ഇപ്പം വെറുതെ നമ്മൾക്ക് ഇപ്പോൾ ലൂക്കാ 1:45 അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു. എലിസബത്ത് അല്ലല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതാണ് നിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു.
പക്ഷേ അത് കേവലമായ വിശ്വാസമല്ലത്. അത് ഗലാത്യർ 5:6 അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. അതാണ് നമുക്ക് വചനം എന്ന് പറയുന്ന മുട്ട വിരിക്കാൻ വേണ്ടി വേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ജ്ഞാനവും ശക്തിയും പ്രാപിക്കുന്നത്. അതാണ് നമുക്ക് മഹത്വം തരണത്. നിത്യമഹത്വവും അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലെ ലൂക്കായുടെ സുവിശേഷം 2:51 പ്രകാരം സംഗ്രഹിക്കാൻ ഗലാത്യ ലേഖനം 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ലൂക്ക 1:45 അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള മരിയൻ ഫെയ്ത്ത് അമ്മയുടെ ആധ്യാത്മിക മാർഗങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയായി. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയായി. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പം നമ്മൾ ജപമാല ചെല്ലുമ്പോൾ എന്നാ തുടങ്ങണത്? പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഇപ്പൊ രണ്ടാമതും എന്താ പറയണത്? പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ ഞങ്ങളെ ദൈവ സ്നേഹം ശരണം. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രിയവധു പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു രീതിയാണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ്